ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോയി ചില്ലായിട്ട് വരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. പുറത്ത് പോയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അല്ല, ആദ്യത്തെ അല്ല, 2ാമത്തെ. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ പോണത്. കാരണം ഇക്കാക്ക് ഇവിടെ ഉണ്ടാവാറില്ല. ആൾ ജോലി സ്ഥലത്ത്, ഞാൻ നാട്ടിൽ അങ്ങനെയായിട്ടാണ് ഉണ്ടാവാറ്. നമ്മൾ മൂന്നുപേരും ഒരുമിച്ചുണ്ടായി. അപ്പോൾ നമ്മളിത് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പം കോതമംഗലത്തുള്ള ഗിന്നസ് എന്ന് പറയുന്ന കടയിലാണ് പോയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല രസമായിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള ഐറ്റംസും അതുപോലെ ഇരുന്നെടുക്കാനും ഉള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി റേറ്റ് കുറവായിരുന്നു. നമ്മൾ പെരുമ്പാവൂർ പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ബൈക്കിന് വന്നതുകൊണ്ട് മഴ വന്നാലെന്ന് വിചാരിച്ചിട്ടാണ് കോതമംഗലത്ത് കയറിയത്. അവിടെ ചെന്ന് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ സുക്കുമ്പിയുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അവിടെ വന്നേ പിന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയത്. കാരണം ബൈക്കിന് വരുമ്പോൾ നമുക്കിതൊന്നും പറ്റില്ലല്ലോ, മുടിയൊക്കെ പാറി പറന്ന് ചപ്രിയായിട്ടിരിക്കും. അപ്പോൾ ഞങ്ങളിത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ വിചാരിച്ചു അടുത്തത് ഫുഡ് കഴിക്കാൻ പോകുമെന്ന്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത് കോതമംഗലത്തുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല ബിരിയാണി കിട്ടും. ഞാൻ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ബിരിയാണിയിലാട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ചോറാണ് കഴിച്ചത്. സാധാ ചോറ്, സാമ്പാർ, അവിയൽ, പായസം അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചത്. കാരണം ചൂടത്ത് എനിക്ക് ബിരിയാണി കഴിക്കാൻ ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കഴിക്കാമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. 7 വർഷമായെങ്കിലും ഇതുവരെയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഒരു 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഇക്കാ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചു എന്നല്ലാതെ നമ്മൾ ഇതുപോലെയൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. നമ്മൾ ഒരുമിച്ച് നാട്ടിലുള്ളപ്പം ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കേക്ക്, നമ്മൾ 3 പേരല്ലേ. അപ്പോൾ കോതമംഗലത്ത് നിന്ന് ഒരു കടയിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ പോയി. അവിടെ നിന്ന് ജസ്റ്റ് കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചു. അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴയും ഇടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബൈക്കിനായതുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ തന്ത്രപ്പാടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മയൂര എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ. ഇക്കാ പറഞ്ഞു നമുക്ക് ഏതായാലും കേക്ക് വാങ്ങിച്ച് നമുക്ക് ജസ്റ്റ് തൂക്കിയിടുന്ന ആ സംഭവമൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറിന് ചെയ്തിട്ടുള്ള ആ സംഭവം ബലൂണൊക്കെ വാങ്ങിച്ചു. എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വാങ്ങിച്ച് ഇക്കാ തന്നെ അതെല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ട് അതായത് ഇങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. സുക്കുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എനിക്കും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷെ ഞാൻ കേക്ക് ആകെ മുറിക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്കാണ്. എല്ലാ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാറുണ്ട്. പക്ഷേ വെഡിങ് ആനിവേഴ്സറിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഞാനും സുക്കുമ്പി എൻ്റെ അടുത്ത് ഒന്ന് പിണങ്ങി. അവന് കേക്ക് മുറിക്കാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് എല്ലാം കേക്കൊക്കെ മുറിച്ച് സെറ്റായി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളൊരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എല്ലാം കൊണ്ടും ബൈ.